നമ്മൾ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും മീൻ കറി ഉണ്ടാക്കുക. അപ്പം ഞാൻ തന്നെ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് ഓൾറെഡി ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കാം. ഇതിൽ നമുക്ക് കൊച്ചുള്ളി വേണമെങ്കിലും ചതച്ച് ചേർക്കാം. ഇപ്പം ഞാൻ കൊച്ചുള്ളി പൊളിക്കാനുള്ള മടിക്ക് സവാള തന്നെ കുറച്ച് ചതച്ച് ചേർത്തേക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചതച്ച് ഇതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇടാം. ഒറിജിനലി നമ്മൾ കറിവേപ്പില ഏറ്റവും ലാസ്റ്റ് ഇടുന്നുണ്ട്. ഇത് ജസ്റ്റ് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ കരിയുന്നതിന് മുമ്പ് തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടി ഇടാൻ നേരത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് പൊടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പൊടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണേൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ബേസിക്കായിട്ടുള്ള 3 മസാലാസ് അതിൻ്റെ അകത്ത് ഇടാം. ഇതിൽ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത്. കാരണം ഞാനിത് ഉണ്ടാക്കുന്നത് അധികം എരി വേണ്ടാത്തൊരാൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ആ കളറ് വേണം. അല്ലെങ്കിൽ നോർമലി ഞാൻ കാശ്മീരിയും നോർമൽ മുളക് പൊടിയും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാറുണ്ട്, അത്യാവശ്യം എരിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ തീരെ എരി വേണ്ടാന്നുള്ള ഒരു ഇതായതുകൊണ്ട് കാശ്മീരി മുളക് പൊടി മാത്രം ആ കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ അടിച്ചു വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ഞാനൊരു അര തക്കാളി എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി പുളി ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രണ്ടിൻ്റെയും പുളി ബാലൻസ്ഡ് ആയിട്ട് പോകണം. ഇപ്പോൾ മാങ്ങ ഇടുകയാണെങ്കിൽ നമുക്ക് തക്കാളി ഇടണ്ട, അങ്ങനെ നോക്കിയും കണ്ട്. ഇത് എന്നിട്ട് നല്ല രീതിയിൽ ആ തക്കാളിയുടെ നീരൊക്കെ ആയിട്ട് ആ മസാല ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന കുടംപുളിയും കൂടി ഇതിൻ്റെ അകത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൽ തിളച്ചിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോഴത്തേക്ക് നല്ലൊരു കളറും കാണും, നല്ല രീതിയിൽ ആ എണ്ണ തെളിഞ്ഞ് വരും. എന്നിട്ട് നമുക്കതിലേക്ക് മീൻ കുക്കാവാൻ മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൽ നല്ല തിള വന്ന് തുടങ്ങാൻ നേരത്ത് മീൻ ഓരോന്നായിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൂണിട്ട് അധികം ഇളക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പാത്രം 2 സൈഡിലും പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും മീൻ കറി വെക്കാൻ മൺചട്ടി തന്നെ ആയിരിക്കും നല്ലത്. അതിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയായിരിക്കും. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് നമ്മൾ ഈ പാത്രം എടുത്തത്. കാരണം മൺചട്ടി എടുത്താൽ അത് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കൂടെ തന്നെ നിന്ന് നമ്മൾ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഇവിടെ മീനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ കറി റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി മീൻ കറി റെഡി.